കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. കഷ്ണങ്ങൾ തണുത്തിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ആ കഷ്ണങ്ങൾ വെന്ത ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും കൂടെ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലതുപോലെ തിള വന്നു കഴിയുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ദോശയുടെ മാവ് ഇട്ട് കൊടുക്കാം. ദോശ മാവ് ഇടുമ്പോഴത്തേക്ക് കറി നല്ലതുപോലെ കുറുകി വരും. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആവശ്യത്തിന് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മുടെ കായപ്പൊടി ഇടാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.